വൈജ മുത്തശ്ശിക്ക് മരുന്നെടുത്ത് കൊടുക്കുകയാണ്, കഷായം എടുത്ത് കൊടുക്കുകയാണ്. 1 ഔൺസ് എടുത്തിട്ട് അതിൽ ഗുളിക ചാലിച്ച് തരണം എന്ന് മുത്തശ്ശി പറയുമ്പോൾ, തൽക്കാലം ഗുളികയൊന്നും വേണ്ട, ഗുളിക ഒരു ദിവസം കഴിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അമ്മ ഇത് കുടിക്കുക പറഞ്ഞ് നിർബന്ധിച്ച് ഗുളികയില്ലാതെ കഷായം മാത്രം കുടിപ്പിക്കുകയാണ്. ഇതൊന്നും കഴിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് വൈജ പറയുകയും ചെയ്യുന്നുണ്ട്. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, എൻ്റെ പ്രായം കടന്നല്ലാതെ ആരും ഇങ്ങനെ കടന്നു പോകുന്നില്ല എന്ന് പറയാണ്. അപ്പോൾ വൈജ പറയുന്നത്, അമ്മയുടെ പ്രായം വരെയൊന്നും എനിക്ക് ജീവിച്ചിരിക്കേണ്ട, അതിന് മുന്നേ തന്നെ ഞാൻ പൊക്കോളാം എന്ന് പറയുമ്പോൾ, ഇതുപോലെയല്ല, ഇതിലപ്പുറം പറഞ്ഞവരെയൊക്കെ കുറേ എനിക്കറിയാം, അവരൊക്കെ നടന്നും കിടന്നും ആകെ അനുഭവിച്ചിട്ടൊക്കെയാണ് പോയിട്ടുള്ളത് എന്ന് പറയാണ് മുത്തശ്ശി. വൈജയാണെങ്കിൽ ആ മരുന്നൊക്കെ ആ ടേബിളിൽ വെച്ചിട്ട് മുത്തശ്ശിയോട് ഇങ്ങനെ ഒരു സംശയത്തിൻ്റെ രൂപത്തിൽ കുറച്ച് കാര്യങ്ങൾ ചോദിക്കുകയാണേ. അമ്മയോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കുറേ ദിവസമായി ചോദിക്കാനായിട്ട് ഇരിക്കുകയായിരുന്നു, പക്ഷേ ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും മറന്നു പോകും, എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ്. അമ്മ അലീനയോട് ആഗ്രയിലെ കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. ആഗ്രയിലെ എന്ത് കാര്യം എന്ന് ചോദിക്കുമ്പോൾ, അമ്മയ്ക്ക് അറിയാൻ പാടില്ല എന്ന് ചോദിക്കാൻ. ആഗ്രയിൽ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, നീ അവിടെ പോയി ജോലി ചെയ്തതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ, ഞാൻ അവിടെ ഗംഗേട്ടൻ്റെ വീട്ടിൽ സ്റ്റേ ചെയ്തില്ലേ, അതുപോലെ അവിടുത്തെ സ്കൂളിലൊക്കെ വർക്ക് ചെയ്തില്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അമ്മ പറഞ്ഞായിരുന്നു എന്ന് ചോദിക്കുകയാണ്. അതൊക്കെ നല്ല കാര്യമല്ലേ, അതൊക്കെ പിന്നെ അവൾ അറിഞ്ഞു കഴിഞ്ഞാലും എന്താ കുഴപ്പം, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ എന്ന് ചോദിക്കുമ്പോൾ, അങ്ങനെയല്ല, അവൾ എങ്ങനെയാണ് അതൊക്കെ അറിഞ്ഞത്, ഞാൻ അവിടെ സ്റ്റേ ചെയ്തതും അവിടെ സ്കൂളിൽ ജോലി നോക്കിയതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു എന്ന് പറയുമ്പോൾ, അതിനെന്താ കുഴപ്പം, അത് മനു അവളോട് ഒരിക്കലും പറഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത്, അതെന്തിനാ മനു അങ്ങനെ പറയാൻ പോയത് എന്ന് ചോദിക്കുകയാണ് വൈജ. അതെന്താടി പറഞ്ഞാൽ കുഴപ്പം, ആ ഒരു ഗമയല്ലേ അവിടെ ജോലി ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ഒരു ഗമയല്ലേ എന്ന് ചോദിക്കുകയാണ് മുത്തശ്ശി. അതല്ല അമ്മേ, അവൾ എറണാകുളത്ത് നിന്ന് വന്നതിൻ്റെ പിറ്റേ ദിവസം എന്നോട് ചോദിക്കുകയാണ്, എന്നോട് പറയാണ് ആഗ്ര ചരിത്രമൊക്കെ അവൾക്ക് കുറച്ചൊക്കെ അറിയാമെന്ന്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, കളിയാക്കണം, പിന്നെ അത് ആഗ്ര ചരിത്രമായിരിക്കും അവൾ ഉദ്ദേശിച്ചത്, ഷാജഹാൻ താജ്മഹൽ പണിതതും ഔറംഗസീബ് തലസ്ഥാനം ആഗ്രയിലേക്ക് മാറ്റിയതും എന്നൊക്കെ പറയുമ്പോൾ, ഒന്ന് പോ അമ്മേ, ആനക്കാര്യം പറയുമ്പോഴാണ് ചേനക്കാര്യം എന്ന് പറയാണ്. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അതല്ലാതെ അവൾക്ക് എന്ത് ആഗ്രഹക്കാര്യം അറിയാമെന്നാണ് എന്നൊക്കെ ചോദിക്കുകയാണ് മുത്തശ്ശി. അതല്ല അമ്മേ, അവൾ എന്നോട് ചോദിക്കുകയാണ്, ആഗ്രയിൽ നിന്ന് പോന്നിട്ട് 1 വർഷം ശാസ്തമംഗലത്തല്ലേ താമസിച്ചത് എന്ന് എന്നോട് ചോദിച്ചു എന്ന് പറയണേ. അങ്ങനെ ചോദിച്ചു അലീന എന്ന് ചോദിക്കുകയാണ് മുത്തശ്ശി. ചോദിച്ചുന്നേ അതല്ലേ ഞാൻ പറഞ്ഞത്, അവൾക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട് എന്നൊക്കെ പറയാണ് വൈജ. എന്നിട്ട് വൈജ പറയുന്നുണ്ട്, അവൾ ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോഴേ അമ്മ സൗകര്യം പോലെ ഒന്ന് ചോദിച്ച് വെച്ചേക്കണം എന്ന് പറയണം, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കണം എന്ന് പറയാൻ കേട്ടോ. അപ്പം മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, ഞാൻ ചോദിക്കാം, പക്ഷെ നിനക്ക് എന്താ നേരിട്ട് അങ്ങോട്ട് ചോദിച്ചാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് അവളെ പേടിയും സംശയമൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് എന്നെ ബാധിക്കും, അത് വേണ്ട എന്ന് പറയണേ. നിനക്ക് അവളെ പേടിയാണോ എന്ന് ചോദിക്കുകയാണ് മുത്തശ്ശി കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, എനിക്ക് പേടിയല്ല, എനിക്ക് സംശയമുണ്ട് എന്ന് പറയാണ്. അമ്മ അതൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കി വെച്ചേക്കണം, പക്ഷേ അമ്മയുടെ വായിൽ നിന്ന് ഒന്നും വിട്ടു പോകരുത് കേട്ടോ, അമ്മ പറയുന്നത് ഇങ്ങോട്ട് കേട്ടാൽ മതി എന്ന് പറയാണ്. അപ്പോൾ അവൾക്ക് എന്തെങ്കിലും അറിയാമോ എന്ന് എനിക്ക് സംശയമുണ്ട്, അങ്ങനെ എന്തെങ്കിലും അവൾക്ക് അറിയാമെങ്കിൽ അവളെ ഇവിടെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല എന്ന് പറയണം, അവളെ പറഞ്ഞയച്ചേക്കണം എന്ന് പറയുമ്പോൾ, അവളെ കൊണ്ട് വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ വൈജ എന്ന് ചോദിക്കണം. അതല്ല അമ്മേ, അവൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, അവൾക്ക് ഇത്തിരി ബുദ്ധി കൂടുതലാണ്, എല്ലാ കാര്യങ്ങളും അറിഞ്ഞു വെച്ചുകൊണ്ട് അവളെ ഇവിടെ നിർത്താൻ പറ്റത്തില്ല, ഒരു വേലക്കാരിക്ക് അത്രയും ബുദ്ധി വേണ്ട എന്ന് പറയണം. ശരി, ഞാൻ ചോദിച്ചോളാം, അവൾ വരട്ടെ, നീ സമാധാനപ്പെടുക എന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. എന്നാൽ അമ്മ കിടന്നോ, ഞാൻ പോയിട്ട് കുറച്ച് കഴിയുമ്പോൾ ദോശയും ചമ്മന്തിയും കൊണ്ടുവരാം എന്ന് പറയണം. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ഓ ഇന്നും അത് തന്നെയാണോ, എല്ലാ ദിവസവും അത് തന്നെ കഴിച്ചു മടുത്തു, നിനക്ക് വേറെ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല എന്നൊക്കെ ചോദിച്ച് മുത്തശ്ശി ഇങ്ങനെ നിർത്തുമ്പോൾ വൈജ മുത്തശ്ശി ഇങ്ങനെ ഒരു നോട്ടം നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ റൂമിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. മനു ചായ വാങ്ങിച്ചുകൊണ്ട് റൂമിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന ഉണർന്നിരിക്കുകയാണ്. ചായ വാങ്ങിക്കാൻ പോയോ എന്ന് ചോദിക്കുന്നുണ്ട് അലീന. അല്ല, ഞാൻ ചായ കുടിക്കാൻ പോയതാണ് എന്ന് പറയാണ്. എന്നിട്ട് കുടിച്ചോ എന്ന് ചോദിക്കുമ്പോൾ 2 എണ്ണം കുടിച്ചു എന്ന് പറയണം. അതിനുശേഷം അലീനയ്ക്ക് കപ്പിലേക്ക് ചായ പകർന്ന് കൊടുക്കുകയാണ്. എന്നിട്ട് ആ സമയത്ത് അലീന പറയുന്നുണ്ട്, എനിക്ക് അറിയാം, എനിക്ക് മനസ്സിലായി എന്ന് പറയണം. എന്താ എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട്. എന്താണെന്ന് പറ എന്ന് പറയുമ്പോൾ, എനിക്കറിയാം മനുവേട്ടന് എനിക്ക് ചായ വാങ്ങിക്കാൻ വേണ്ടി പോയതാണെന്ന് എനിക്കറിയാം എന്ന് പറയാട്ടോ. അതേസമയം ഡോക്ടർ ശർമ്മ ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അലീന എഴുന്നേൽക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ വേണ്ട എഴുന്നേൽക്കണ്ട, റെസ്റ്റ് എടുത്തോളൂ, ഒരുപാട് സ്ട്രെയിൻ ചെയ്യേണ്ട, വയറ് ഇളകണ്ട എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. വയറിൻ്റെ ആ മുറിവ് സ്റ്റിച്ച് പൊട്ടിപ്പോകും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അലീന പറയുന്നുണ്ട്, എനിക്ക് ഡോക്ടറോട് എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല, എന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള മനസ്സ് കാണിച്ചല്ലേ എന്നൊക്കെ പറയുമ്പോൾ, എന്നോട് നന്ദിയൊന്നും പറയേണ്ട ആവശ്യമില്ല, ഞാനല്ല തന്നെ രക്ഷിച്ചത്, ഞാൻ ആകെ ചെയ്തത് ഒരു ആംബുലൻസ് വിളിച്ചു എന്നത് മാത്രമാണ്. റിങ്കു ആണ് തന്നെ രക്ഷിച്ചത്, അവനാണ് എനിക്ക് തന്നെ കാണിച്ചു തന്നത്, അവൻ ആംബുലൻസ് വിളിക്കാൻ അറിയത്തില്ലല്ലോ, അതുകൊണ്ട് അവൻ എന്നെ ഏൽപ്പിച്ചു, ഞാനൊരു ആംബുലൻസ് വിളിച്ചു, അത്രയേ ഉള്ളൂ എന്ന് പറയാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട്, റിങ്കുവിന് എന്നോട് ഭയങ്കര സ്നേഹമാണെന്ന് പറയുമ്പോൾ, ഞാൻ നിന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ
സ്നേഹം കണ്ടിട്ട് നിങ്ങൾ കൂട്ട് കണ്ടിട്ട്. പക്ഷെ അതൊന്നും എനിക്കിപ്പോൾ എല്ലാ തെറ്റുകളും മനസ്സിലായി, നിങ്ങളെ ഒരിക്കലും പിരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ അലീന സോറി പറയുന്നുണ്ട് കേട്ടോ ഡോക്ടറോട്. സോറി ഒന്നും പറയണ്ട, സാരമില്ല എന്നൊക്കെ പറയണം. എന്താണെങ്കിലും റിങ്കു നിന്നെ രക്ഷിച്ചത് കൊണ്ട് റിങ്കു എനിക്ക് കാണിച്ചു തന്നുകൊണ്ട് നിന്നെ ഞാൻ കണ്ടു എന്നൊക്കെ പറയണം. ആ സമയത്ത് മനു ആണെങ്കിലും ശർമ്മയോട് ആത്മാർത്ഥമായിട്ട് നന്ദി പറയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ ഹൃദയത്തിൽ തൊട്ടാണ് ഞാൻ പറയുന്നത്, ഇവളെ രക്ഷിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് എന്ന് പറയണം. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, സാരമില്ല, എന്താണെങ്കിലും രക്ഷപ്പെട്ടല്ലോ എന്ന് പറയണം, ഞാൻ പോവട്ടെ, ഞാൻ വന്നതേ ഉള്ളൂ, ഇനി റൗണ്ട്സിൻ്റെ സമയത്ത് ഞാൻ വന്നേക്കാം എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അവിടെ നിന്ന് പോവുകയാണ്. ഡോക്ടർ പോയതിന് ശേഷം അലീന പറയുന്നുണ്ട്, ഞങ്ങൾ ഒരുപാട് വഴക്കിട്ടിട്ടുണ്ട്, അപ്പോഴൊന്നും എനിക്ക് അറിയില്ലല്ലോ എൻ്റെ ജീവൻ രക്ഷിക്കാൻ പോകുന്ന ആളാണെന്ന് അറിയില്ലല്ലോ എന്ന് അലീന പറയണം. മനു പറയുന്നുണ്ട്, സാരമില്ല, ചായ കുടിക്കുക എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ഹരിയും രോഹിത്തിനെയുമാണ്. രണ്ടുപേരും തൽക്കാലം രക്ഷപ്പെട്ടതിൻ്റെ സന്തോഷം പങ്കുവെക്കുകയാണ്. ഇത്രയും ദിവസം ജീവൻ കയ്യിൽ പിടിച്ചായിരുന്നു നടന്നത് എന്ന് പറയുമ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, എനിക്ക് നിൻ്റെ അത്ര പേടിയൊന്നുമില്ല, നിന്നെക്കാളും ബുദ്ധി ഇത്തിരി കൂടുതലാണ് എനിക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അത് ഞാൻ കണ്ടതാണ് നിൻ്റെ പേടിയും ഭയം ഒക്കെ എന്ന് പറയുമ്പോൾ രോഹിത്ത് ഹരിയെയും കളിയാക്കുന്നുണ്ട്. നീ ഒളിച്ചോടാൻ തീരുമാനിച്ചതല്ലേ, ഫുൾ ടാങ്ക് പെട്രോളൊക്കെ അടിച്ചിട്ട് എന്ന് പറയാട്ടോ. എന്താണെങ്കിലും തൽക്കാലം നമ്മൾ രക്ഷപ്പെട്ടു. എന്നാലും അവൾ എന്തൊരു പെണ്ണാണടാ, സ്വന്തം ശരീരത്തിലേക്ക് കത്രികൊക്കെ കുത്തിയിറക്കുക എന്ന് പറയുമ്പോൾ സ്വന്തം ജീവനിൽ പോലും കൊതിയില്ല, ചത്താലും വിട്ടുകൊടുക്കില്ല എന്നൊക്കെ പറയട്ടോ ഹരി. എന്താണെങ്കിലും അത് കഴിഞ്ഞു, ഇതോട് കൂടിയിട്ട് ഒരു കാര്യം മനസ്സിലായില്ലേ, നീ പറഞ്ഞതുപോലെയുള്ള ഒരു പെണ്ണല്ല അവൾ, നീ വെറും നോൺസെൻസ് ആണ് അവളെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് മനസ്സിലായില്ലേ, ഇനി അത് വിട്ടേക്ക്, ഇനി ആ ഭാഗത്തേക്ക് ചിന്തിക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഹരി പറയുന്നുണ്ട്, എന്താണെങ്കിലും എന്നാലും അവൾ എന്തുകൊണ്ടായിരിക്കാം നമ്മുടെ പേര് പറയാതിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ രോഹിത് പറയുന്നത്, ചിലപ്പോൾ അവളുടെ പുറകിൽ കേസും വക്കാനൊക്കെ ആയിട്ട് നടക്കാൻ ആളില്ലല്ലോ, അതുകൊണ്ടായിരിക്കും, ഇനിയിപ്പോൾ എനിക്ക് അതുകൊണ്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് പറയുമ്പോൾ ശരിയായിരിക്കും, അത് നീ പറഞ്ഞത് പോയിൻ്റാണ്. എങ്ങാനും കേസിന് പോയിട്ടുണ്ടെങ്കിൽ നിനക്കെതിരെ സാക്ഷി പറഞ്ഞു കഴിഞ്ഞാൽ, മൊഴി കൊടുത്തു കഴിഞ്ഞാൽ നിൻ്റെ അച്ഛൻ, അതായത് ബാലചന്ദ്രൻ അങ്കിള് അവളെ സഹായിക്കില്ലല്ലോ, ഇപ്പോൾ ഹോസ്പിറ്റൽ ബില്ല് ഒരുപാട് വരും എന്ന് പറയുമ്പോൾ അതൊന്നും സാരമല്ല, എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടല്ലോ എന്ന് പറയണം. പിന്നെ എനിക്കെതിരെ മൊഴി കൊടുത്താലും ഹരി മനുവേട്ടനും അതിന് കൂട്ടു നിൽക്കില്ലല്ലോ, അതുകൊണ്ടായിരിക്കും അവൾ അങ്ങനെ പറഞ്ഞത് എന്ന് പറയണം. പക്ഷേ എന്നാലും രോഹി നീ സൂക്ഷിച്ചോ, അവളൊരു ബോംബും കൊണ്ടാണ് നടക്കുന്നത് എന്ന് പറയണേ. ഇനി എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ആ ബോംബ് അവൾക്ക് എപ്പോൾ വേണമെങ്കിലും എടുത്ത് പൊട്ടിക്കാം, ഒരു വർഷം കഴിഞ്ഞ് ഒരു മാസമോ 6 മാസമോ ഒരു വർഷം കഴിഞ്ഞ് വേണമെങ്കിലും പൊട്ടിക്കാം. പക്ഷേ അവളെ നമ്മൾ റേപ്പ് ചെയ്യാൻ പോയതാണെന്ന് പറഞ്ഞ് അവൾക്കത് കോടതിയിൽ കേസൊക്കെ കൊടുക്കാം. അപ്പോഴാണെങ്കിലും അവളുടെ ഭാഗത്ത് ന്യായം കാണുള്ളൂ, അവളെ കൊണ്ട് മൊഴി മാറ്റി പറയിപ്പിച്ചതാണെന്നൊക്കെ അവൾക്ക് പറയാം എന്നൊക്കെ പറയാണ് ഹരി കേട്ടോ. എന്നാലും തൽക്കാലം ഇപ്പോൾ രക്ഷപ്പെട്ടല്ലോ, അതൊക്കെ വരാൻ പോകുന്ന കാര്യമല്ലേ, ഇനിയിപ്പോൾ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട എന്നും പറയുന്നുണ്ട്. പിന്നെ ചോദിക്കുന്നുണ്ട്, എന്നാൽ അവളെ വീട്ടിൽ നിന്ന് ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടാലോ എന്ന് ചോദിക്കുമ്പോൾ ഏത് ജോലിയിൽ നിന്ന് പറഞ്ഞു വിടാൻ, ഇനി ജോലിയിൽ നിന്ന് പറഞ്ഞു വിടാനൊന്നും പറ്റത്തില്ല, അവളുടെ കയ്യിൽ ബോംബില്ലേ, ആ ബോംബ് എടുത്ത് അവൾ ഭീഷണിപ്പെടുത്തും എന്ന് പറയാണ് ഹരി കേട്ടോ. എന്താണെങ്കിലും അതൊന്നും ഇനിയിപ്പോൾ ആലോചിക്കേണ്ട, തൽക്കാലം അതൊക്കെ രക്ഷപ്പെട്ട് നമുക്ക് ഇപ്പോൾ നിലവിൽ എന്താണോ ഉള്ളത് അതിനെപ്പറ്റി ചിന്തിക്കാം എന്ന് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റൽ തന്നെയാണ്. സിസ്റ്റർ വന്നിട്ട് മരുന്നൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം ഇന്നലത്തെ എപ്പിസോഡിലും ഇതുപോലൊരു ഭാഗം കാണിച്ചിരുന്നു. മോർണിംഗിൽ നേരത്തെ ഭക്ഷണത്തിൻ്റെ മുന്നേയുള്ള മരുന്നാണെന്നും പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മോർണിംഗിൽ തന്നെയാണ് സിസ്റ്റർ വന്നിട്ട് അരമണിക്കൂർ മുന്നേയുള്ള മരുന്നൊക്കെ കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് മനു കസേരയിൽ ഇരുന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, മനുവേട്ടൻ അവിടെ കിടന്ന് ഉറങ്ങിക്കൂടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇരുന്ന് ഉറങ്ങിപ്പോയി എന്നൊക്കെ പറയണം. അങ്ങനെ ഡോക്ടർ വന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഡോക്ടർ വന്നിട്ട് പറയുന്നുണ്ട്, ഇളകരുത്, സ്റ്റിച്ച് പൊട്ടും, അനങ്ങാതെ കിടന്നോളണം, റെസ്റ്റ് എടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഡോക്ടർ വന്നിട്ട് പറയുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം സിസ്റ്റർ ഇങ്ങനെ ഭക്ഷണം എന്തെങ്കിലുമൊക്കെ കഴിക്കണം എന്ന് പറയുമ്പോൾ എനിക്ക് എന്താ കഴിക്കാൻ പറ്റുക ഡോക്ടർ എന്നൊക്കെ സിസ്റ്റർ എന്ന് ചോദിക്കുമ്പോൾ എന്തും കഴിക്കാം എന്ന് വിചാരിച്ചിട്ട് ബീഫ് ബിരിയാണി ഒന്നും കഴിച്ചു പോവരുത്, അതായത് കപ്പ ബിരിയാണി ഒന്നും കഴിച്ചു പോകരുത് എന്ന് സിസ്റ്റർ കളിയാക്കി കൊണ്ട് പറയാട്ടോ. അപ്പോൾ അലീന ചിരിക്കുന്നുണ്ട്. അങ്ങനെ സിസ്റ്റർ പോയതിന് ശേഷം മനു അകത്തേക്ക് വരികയാണ്. അതേസമയം ബാലചന്ദ്രനും അകത്തേക്ക് വരുന്നുണ്ട്. അലീന എഴുന്നേക്കാനായിട്ട് ശ്രമിക്കാം. വേണ്ട കിടന്നോ, എന്തിനാ വെറുതെ റിസ്ക് എടുക്കണേ എന്നൊക്കെ പറയണം. ഞങ്ങളെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ കൊച്ചി നീ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇന്നലെ ഞങ്ങളെല്ലാവരെയും പേടിപ്പിച്ചു, ഇപ്പോൾ നിന്നെ ഇങ്ങനെ കണ്ടപ്പോഴാണ് ആശ്വാസമായത്, നിനക്ക് പറഞ്ഞാൽ വിശ്വാസം വരില്ല, നിനക്ക് മനസ്സിലാവത്തില്ല, ഇപ്പോൾ നീ കണ്ണ് തുറന്ന് ഞങ്ങളെ നോക്കിക്കൊണ്ട് ഈ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, ഞങ്ങൾ തീ തിന്നുകയായിരുന്നു എന്നൊക്കെ പറയാണ് ബാലചന്ദ്രൻ കേട്ടോ. ആ സമയത്ത് അലീന സോറി സാർ എന്ന് പറയുമ്പോൾ നീ സോറി ഒന്നും പറയണ്ട, നിൻ്റെ തെറ്റല്ലല്ലോ എന്ന് പറയണം മനു. അപ്പം മനുവിനെ ഒന്ന് അലീന നോക്കുന്നുണ്ട്.
പിന്നീട് ഞാൻ വരുന്ന വഴിക്ക് ഡോക്ടറെ കണ്ടു, ഡോക്ടറോടൊക്കെ സംസാരിച്ചിട്ടാണ് ഞാൻ വരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ബാലചന്ദ്രൻ. ആ സമയത്ത് മനു പറയുന്നത് കുഴപ്പമൊന്നുമില്ല അങ്കിളെ, ഇനി അങ്കിള് ഷോപ്പിലേക്ക് പൊക്കോ, ലേറ്റ് ആവണ്ടെന്ന് പറയുമ്പോൾ ഷോപ്പിലേക്ക് പോകാനോ, അപ്പോൾ ഇവിടെ അലീനയുടെ അടുത്ത് ആരാണ്, ഞാനുണ്ടല്ലോ അങ്കിളെ എന്ന് പറയണം, നിനക്ക് വീട്ടിൽ പോകണ്ടേ, ഫ്രഷ് ആവണ്ടേ, ജോലിക്ക് പോകണ്ടേ എന്നൊക്കെ പറയുമ്പോൾ അത് വർക്ക് ഫ്രം ഹോം ആണ്, ലാപ്ടോപ്പ് വണ്ടിയിലുണ്ട്, എനിക്ക് ഇവിടെ ഇരുന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ, അങ്കിള് പൊക്കോ, ബുദ്ധിമുട്ടണ്ട എന്ന് പറയണം. എന്നാലും മനു നിനക്ക് പോയിട്ട് ഉറങ്ങണ്ടേ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും കുഴപ്പമില്ല അങ്കിളെ എന്ന് പറയുന്നുണ്ട്. ശരി എന്നാലും മനു എനിക്ക് ഇന്നൊരു അത്യാവശ്യമുള്ളതും ആണ്, ഞാൻ പോയിട്ട് ഉച്ചയ്ക്ക് വരാമെന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ പോവുക കേട്ടോ. പിന്നീട് കാണിക്കുന്നത് കമല ടെൻഷനായതുകൊണ്ട് വൈജയെ ഫോൺ ചെയ്യുന്നതാണ്. ആ കമലയെടുത്ത് എന്താ വിശേഷം ചോദിക്കുമ്പോൾ, എൻ്റെ വൈജയ് നിങ്ങൾക്ക് വേറെ ആരെയും കിട്ടിയില്ലേ നിങ്ങളുടെ വീട്ടിലെ വേലക്കാരിക്ക് കൂട്ടിരിക്കാൻ, ഞങ്ങളുടെ മനുവിനെ തന്നെ വേണമെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ പറഞ്ഞിട്ടാണോ അവനിരിക്കുന്നത്, അവൻ്റെ ഇഷ്ടത്തിന് ചെന്ന് ഇരിക്കുന്നതല്ലേ, ഇവിടെ ബാലചന്ദ്രനെങ്കിലും ഒന്ന് പറയാൻ പാടില്ലേ എന്ന് ചോദിക്കുകയാണ് കമല. അവർ രണ്ടുപേരും സെറ്റാണ്, അവർ രണ്ടുപേരും ഒന്നിച്ചാണ് ഈ തീരുമാനമൊക്കെ എടുക്കുന്നത് എന്ന് പറയണം. ചേട്ടത്തിയോട് ഞാൻ അന്ന് പറഞ്ഞതല്ലേ മനുവിനെ ഒന്ന് സൂക്ഷിച്ചേക്കണമെന്ന്, അലീന എന്തോ കൈവശം കൊടുത്ത് വശീകരിച്ച് വെച്ചേക്കാണ്, ഇനി അവൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. എന്തൊരു മനുഷ്യൻ, എന്തൊരാളാണ് മനു, ഒരു നാണോ മാനോ ഇല്ലാണ്ട് ഞാൻ എങ്ങനെ ആളുകളുടെ മുഖത്ത് നോക്കും എന്നൊക്കെ കമല പറയുമ്പോൾ, ഇതിലും ഭേദം ഹരിയാണ്, അവന് ഒരു ഒളിവും അറിയൊക്കെ ഉണ്ട്, ഇത് ഒരു നാണവും ഇല്ലാതെയാണ് മനു അവിടെ പോയി ഇരിക്കുന്നത് എന്നൊക്കെ പറയണം വൈജ. അതേസമയം തലയൊന്ന് ചെരിച്ച് നോക്കുമ്പോഴാണ് ബാലചന്ദ്രൻ അവിടെ നിൽക്കുന്നത് കാണണം കേട്ടോ. ഓ ഇവിടെ ഒളിച്ച് നിൽക്കുവാണോ എന്ന് വൈജ ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ ഇങ്ങനെ പറയുന്നുണ്ട്, ഇല്ലില്ല പറഞ്ഞു എന്ന് പറയണം. ഇല്ല ഞാൻ പറയുന്നില്ല, ഞാൻ നിർത്തി എന്ന് പറയണം വൈജ. പറയേണ്ട നിർത്തണ്ട, എന്തിനാ നിർത്തുന്നത്, പറഞ്ഞോ, എന്ത് വേണേലും പറഞ്ഞോ, നമ്മൾ ഒരിക്കലും വിഗ്രഹം പോലെ കണ്ടിരുന്ന ആളിൽ നിന്ന് ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ നല്ല രസമുണ്ട് എന്ന് ബാലചന്ദ്രൻ പറഞ്ഞിട്ടാണ്ട് പോവുകയാണ്. ആരാ വൈജയ വന്നത്, ബാലചന്ദ്രനാണോ എന്ന് ചോദിക്കുകയാണ് കമല. അതെ, ഞാൻ പറഞ്ഞതൊന്നും പുള്ളിക്ക് രസിച്ചില്ല, അവരൊക്കെ ഒരു കൂട്ടാണല്ലോ എന്ന് പറഞ്ഞ് വൈജ പറയുമ്പോൾ, എന്നാൽ ശരി വെച്ചോ വൈജയ, ഞാൻ എൻ്റെ ഒരു വിഷമം കൊണ്ട് വിളിച്ചതാ എന്ന് പറഞ്ഞിട്ട് വെക്കുകയാണ്. ഇത്രയും കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് കേട്ടോ. നാളത്തെ പ്രൊമോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നാളത്തെ സ്റ്റോറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം കാണിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്. മനുവിനോട് എല്ലാ കാര്യങ്ങളും അലീന പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് തന്നെ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ മിക്കവാറും ഹരിക്കിട്ട് നല്ലത് പൊട്ടിക്കുന്ന സീന് നാളത്തെ എപ്പിസോഡിലാണ് വരാനായിട്ട് പോകുന്നത്. ഉച്ചയ്ക്ക് ബാലചന്ദ്രൻ വരാമെന്ന് പറയുന്നുണ്ടല്ലോ, അങ്ങനെ ഉച്ചയ്ക്ക് ബാലചന്ദ്രൻ ഹോസ്പിറ്റലിലേക്ക് വരികയും മനു ഉച്ചയ്ക്ക് വീട്ടിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു സീനാണ് കാണിക്കുന്നത്. അപ്പോൾ ആ സീനിൽ അങ്ങനെ വീട്ടിലേക്ക് നേരെ കയറി ചെല്ലുന്ന മനു രോഹിത്തിൻ്റെ റൂമിലേക്ക് കയറിയിട്ട് നന്നായിട്ട് പെരുമാറുന്നുണ്ട്. രോഹിത്തിനെ തലങ്ങും വിലങ്ങും തല്ലുകയാണ്. അപ്പോൾ വേണ്ട അത്രയും രോഹിത്തിന് കൊടുക്കുന്നുണ്ട് കേട്ടോ മനു. ഇതുകൊണ്ടൊന്നും മതിയാവുന്നില്ല, ഇനി മേലിലെങ്ങാനും അവളുടെ പുറകെ നടന്നു എന്ന് ഞാൻ അറിഞ്ഞ എന്നൊക്കെ പറഞ്ഞ് നന്നായിട്ട് പെരുമാറുന്നുണ്ട്. അവൻ്റെ കരച്ചിൽ കേട്ടിട്ടാണ് കമല അങ്ങോട്ടേക്ക് ഓടി ചെല്ലുന്നത്. കമല വരുമ്പോൾ കാണുന്നത് റൂം അടച്ചിട്ടിരിക്കുന്നതാണ്. റൂം തുറന്നേ മനു ഹരി എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോൾ മനു ദേഷ്യപ്പെട്ടുകൊണ്ട് റൂം തുറന്ന് പുറത്തേക്ക് ഇറങ്ങി പോകണം. അപ്പം മനുവിൻ്റെ ഭാവമൊക്കെ കണ്ടിട്ട് എന്താണെന്ന് മനസ്സിലാവാതെ കമല ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഭാഗങ്ങളാണ് മിക്കവാറും നാളത്തെ എപ്പിസോഡിൽ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഹരിക്കുള്ള പണി കിട്ടിയിട്ടുണ്ട്, ഇനി രോഹിത്തിന് കൂടി പണി കിട്ടാനാണ് പോകുന്നത്. അപ്പം മിക്കവാറും നാളത്തെ എപ്പിസോഡിൽ രണ്ടുപേർക്കും കിട്ടാനുള്ളത് കിട്ടും, അല്ലെങ്കിൽ രോഹിത്തിനുള്ളത് മിക്കവാറും പിറ്റേ ദിവസമായിരിക്കും കാണുന്നത് കേട്ടോ. രോഹിത്തിനും എന്തായാലും കിട്ടും, കിട്ടാതിരിക്കത്തില്ല. ഒന്നുകിൽ മനുവിൻ്റെ അടുത്ത് നിന്ന് അല്ലെങ്കിൽ ബാലചന്ദ്രൻ്റെ അടുത്ത് നിന്നാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ.